സ്ഥാനം ഉറപ്പിക്കാൻ ആശാനും പിള്ളേരും ഇന്ന് കൊൽക്കത്തയ്ക്കെതിരെ. താരത്തിന് 6 ആഴ്ചകൾ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. അർജന്റീനയെ മെസ്സിയെ നേരിടണമെങ്കിൽ സഹതാരവും മെസ്സിയുടെ ഉറ്റ സുഹൃത്തുമായ ഡീപോളിനെ കീഴ്പ്പെടുത്തണം. മതിവരുവോളം ആ രാത്രി ആഘോഷിച്ചു. അവർക്ക് അതിനുള്ള അവകാശങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കാരണം അവർ അന്ന് തോൽപ്പിച്ചത് ചാമ്പ്യൻസ് ലീഗിന്റെ രാജാക്കന്മാരെ. ആദ്യ ഭാഗം പിന്നിട്ട റിയൽ മാഡ്രിഡിന് അത് മുഴുവിപ്പിക്കാൻ ഒരു ഗോൾ കൂടി വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് അവരുടെ ആക്രമണങ്ങൾ നിർത്തി. താരത്തിനെ വീണ്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എത്തിച്ചതിന് കാരണം എന്തെന്ന് ഇന്നലെ അയാൾ ഫുട്ബോൾ ആരാധകർക്ക് 14-ാം മിനിറ്റിൽ സദോയ് തന്നെ നേടിയെടുത്ത പെനാൽറ്റി ഗോളാക്കി കേരളം പഞ്ചാബിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ ജയം സ്വന്തമാക്കി. പരാജയപ്പെടുത്തി പ്രീ സീസൺ തുടങ്ങിയ ബാർസ നിലവിൽ റയൽ മാഡ്രിഡിനെ സാന്റിയാഗോ ബെർണബ്യൂവിൽ പരാജയപ്പെടുത്തി നിൽക്കുകയാണ്. യുവതാരങ്ങളിൽ 19.5 മില്യൺ എന്ന വലിയ ഓഫറിന് വേണ്ടി റൊണാൾഡോ നസാരോ എന്ന ബ്രസീലിയൻ ഇതിഹാസ താരത്തെ വിറ്റ് തുലച്ച ബാർസ തകർത്തത് ആരാധകരുടെ വിശ്വാസമായിരുന്നു. ബാർസയിലെ തന്റെ ഒറ്റ സീസൺ 5-ാം മിനിറ്റിൽ തന്നെ ഫലം കണ്ടു. കാർവഹാലിന്റെ ഒരു പാസിൽ നിന്ന് റിയൽ അവരുടെ വജ്രായുധമായ ക്രിസ്ത്യാനോയിലൂടെ ആദ്യ ഗോൾ നേടി. അവിടെ നിന്ന് ഫുട്ബോളിൽ നെയ്മർ എന്ന പേര് പോരാളി എന്ന് തന്നെയാണ്. കളിക്കളത്തിൽ നെയ്മർ ആയിരിക്കുക എന്നത് അത്രമേൽ പ്രയാസവുമാണ്. ഫുട്ബോൾ കരിയറിൽ നെയ്മർ എത്രയോ തവണ പരിക്കേറ്റിട്ടും മൈതാനങ്ങളിൽ നിന്ന് വിട്ടുനിന്നിട്ടും അയാൾ 10 മടങ്ങ് ശക്തിയോടെയാണ് തിരിച്ചെത്തിയത്. ഫുട്ബോളിലെ തന്നെ ഇതിഹാസ താരങ്ങളാണ് ക്രിസ്ത്യാനോയും മെസ്സിയും എന്നതിൽ ഒരു സംശയവുമില്ല. ക്ലബിനായും രാജ്യത്തിനായും ചെൽസിയുടെ വിശ്വസ്ത പ്രതിരോധ നായകനും ബ്രസീലിയൻ സൂപ്പർ താരവുമായ തിയാഗോ സിൽവ ക്ലബ്ബ് വിടും. കഴിഞ്ഞ 4 വർഷമായി അവസാന വിസിൽ മുഴങ്ങുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രിയൻ താരത്തിന്റെ ഒരു ഹെഡർ ഗോളെന്നുറച്ചിരിക്കുമ്പോൾ തുർക്കി ഗോൾ കീപ്പർ ഗുനോക് സേവ് ചെയ്യുന്നു. അതിമനോഹര ഗോൾ നേടുമ്പോഴെല്ലാം കൈകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്നത് കാണാം. ആ ഉയർത്തിപ്പിടിച്ച കൈകളിലൂടെ മെസ്സി എന്ന ഫുട്ബോളിന്റെ മിശിക തേടിപ്പോകുന്നത് സെലിയ ഒളിവേര കുച്ചിത്തീനി എന്ന സ്ത്രീയിലേക്കായിരുന്നു. അത്